അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശുപരനേ. രജനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി ഭജനീയമാം തിരുനാമത്തിനാനന്ദം സ്തുതി മഹത്വം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും ഈ ആഴ്ചയുടെ ആരംഭ ദിനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങൾക്ക് തിങ്കളാഴ്ച കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യപദവിക്കായി നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാത പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം ഞങ്ങൾക്കായി വെളിപ്പെടുത്തണം. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരുത്തണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊച്ചമ്മയുടെ പപ്പായുമായിട്ട് അടിയന്തരമായി വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നലെ വെളുപ്പിന് ഇന്നലെ രാത്രിയിൽ ഒരു 11:30 ബസ്സിന് പീരുമേട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ മധുരയിലാണ്. അരവിന്ദ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഫ്രഷായതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് 5 മണിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് 5:45 ലൈവ് പ്രാർത്ഥനയായിട്ട് നടത്താനായിട്ട് പറ്റില്ല. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കമില്ലാതിരിക്കാൻ ഞാൻ ഇപ്പോൾ 121-ാമത്തെ സങ്കീർത്തനം വായിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതാണ്. 121-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവന് ദോഷവും തട്ടാതെ കൊണ്ട് നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ 121-ാം സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കാവലും കരുതലും ഈ ഒരാഴ്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ വലങ്കരം കൊണ്ട് നമ്മളെ താങ്ങട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ എനിക്ക് സഹായം അവിടെ നിന്ന് വരും എന്ന ഉറപ്പോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഈ ഒരാഴ്ച നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ വലിയവനായ ദൈവം ഇടവരുത്തട്ടെ. ഗോഡ്സ് ഗ്രേസിൻ്റെ വക്താക്കളായിരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കും ശുഭകരമായ ഒരു ആഴ്ച ഞാൻ നേരുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് ഈ ഒരാഴ്ചത്തെ നമ്മുടെ സകല കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കാക്കുന്നവൻ, ഞങ്ങളെ പരിപാലിക്കുന്നവൻ എപ്പോഴും അവിടുന്ന് മാത്രമാണല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണ് നിങ്കിലേക്ക് ഉയർത്തുക മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മധുര അരവിന്ദ് ഹോസ്പിറ്റലിനടുത്ത് വരേണ്ടതായിട്ട് വന്നു. കർത്താവെ, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഇന്ന് ലൈവിൽ എന്നോടൊപ്പം പ്രാർത്ഥന പങ്കുചേരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെ പേരുവരായി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, അവിടുത്തെ കാവലും കരുതലും നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ ഒരാഴ്ച മുഴുവൻ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങൾ പോകുന്ന വഴികളിൽ, ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് നിത്യജീവനെ തന്നതുകൊണ്ട് അവങ്കിലേക്ക് അനുദിനം കണ്ണുയർത്തുവാനുള്ള കൃപയും അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തരണമേ. കർത്താവെ, ഗോഡ്സ് ഗ്രേസ് എന്ന ഈ യൂട്യൂബ് പേജിന് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്ത് അനേക ഇടങ്ങളിലിരുന്ന് യൂട്യൂബിൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ ഒരാഴ്ച അവരുടെ ജീവിതയാത്രയിൽ മുഴുവൻ അങ്ങ് കൂടെയിരിക്കണം. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. പങ്കാളികളെയും, മക്കളെയും, മരുമക്കളെയും, കൊച്ചുമക്കളെയും
ഉപജീവന മാർഗങ്ങളെയും യാത്രകളെയും ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം എപ്പോഴും സക്സസ് ആണ്. അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന ലോകാവസാനം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ അനന്തമാകുന്ന കൃപയും സാന്നിധ്യവും എൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, നിങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുയർത്തുകയാണ്. പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, ദൈവം ഞങ്ങളോടൊപ്പമുണ്ടെന്നുള്ള ഉറപ്പോടെ ഞങ്ങൾ നിങ്ങളിലേക്ക് കണ്ണ് ഉയർത്തുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ധ്യാനിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്താൻ നാളെ രാവിലെ വീണ്ടും ഒരുമിച്ച് കൂടാൻ സ്വർഗപിതാവ് ഇടവരുത്തണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ മുഴുവൻ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇന്ന് പകലിൽ കർത്താവെ, പിതാവുമായി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച പൂർണ്ണമായി തിരികെ ലഭിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് കിട്ടാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് അനുകൂലമായിട്ടില്ല. നിൻ്റെ കരം എപ്പോഴും ഞങ്ങളെ താങ്ങുകയും വഴി നടത്തുകയും ചെയ്യണമേ. അടിയൻ്റെ ഈ ആഴ്ചത്തെ എല്ലാ പ്രാർത്ഥനകളിലും ഇടപാടുകളിലും ദൈവിക സാന്നിധ്യം കൊണ്ടാണ് യാത്രയിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഇരിക്കണം. ഗോഡ്സ് ഗ്രേസിൻ്റെ പേജിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ സാന്നിധ്യം നിൻ്റെ മക്കൾക്ക് ബലവും ശക്തിയുമായി തീരട്ടെ. അവിടുത്തെ കൃപയാ നിറയ്ക്കാൻ നീ അനുവദിച്ച നാളെ രാവിലെ ഒരുമിച്ച് കൂടുവാൻ സഹായിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ സ്വർഗത്തിലേക്ക് അനുഭവമാകണം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷ കിടത്താ ദുഷ്ടം ഞങ്ങളെ ഒഴിവിക്കണം. രാജ്യശക്തി മഹത്വം ഉന്നയിക്കുന്നതിനുള്ളതാവുമല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ ത്രിയേക ദൈവത്തിന് അനുഗ്രഹം ദൈവമക്കളെ നിങ്ങളോട് കൂടെ ഈ ഒരാഴ്ച മുഴുവൻ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ പ്രഭാതം. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം ദൈവം തന്നു. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ വീണ്ടും നമുക്ക് ലൈവ് പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാം. ശുഭദിനം നിങ്ങൾക്കായി നേരുന്നു. ഗോഡ് ബ്ലസ് യു. സ്റ്റേ ടുമോറോ. ബൈ.